പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ 3 ഇൻ്റർനെറ്റ് ബിസിനസ്സിനെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ 3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 റെയിൻ BNB, 2 USDT ഡോണർ, 3 നിയോ ലൈഫ് ക്ലബ്ബ്. ഈ 3 ഇൻ്റർനെറ്റ് ബിസിനസ്സിനും ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്ന് അല്പം സ്വല്പം വ്യത്യാസമാണ് ഈ ഇൻ്റർനെറ്റ് ബിസിനസ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന അനേകം ഇൻ്റർനെറ്റ് ബിസിനസ്സുകളുണ്ട്. വെബ്3യിൽ ഡീസെൻട്രലൈസിൽ അപ്ലോഡ് ചെയ്ത ഇൻ്റർനെറ്റ് ബിസിനസ്സുകൾ. ആ വെബ്3 ഡീസെൻട്രലൈസ്ഡ് അപ്ലോഡ് ചെയ്ത ബിസിനസ്സിൽ അത് ഡിസൈൻ ചെയ്ത വ്യക്തികളുടെ അല്ലെങ്കിൽ കമ്പനിയുടെ വാലറ്റിലേക്കാണ് നമ്മുടെ പ്രോഫിറ്റുകൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അപ്രകാരമുള്ള പ്രോഫിറ്റുകൾ പോകുമ്പോൾ, ഉദാഹരണത്തിന് അങ്ങനെ ഒരു കമ്പനിയിലേക്ക് 1 ലക്ഷം രൂപ ഇന്നലെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഇന്ന് കമ്പനി ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപയും നഷ്ടമാകും. കഴിഞ്ഞ ആഴ്ചയിലാണ് നിങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ഒരുപക്ഷെ 5,000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഇന്ന് കമ്പനി പൂട്ടുകയാണെങ്കിൽ ബാക്കി കംപ്ലീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകും. ആ കമ്പനികളിൽ 7, 8, 9 മാസമൊക്കെ നീണ്ടു നിന്നു. NDFE 13 മാസം നീണ്ടു നിന്ന് ആരംഭത്തിലൊക്കെ ജോയിൻ ചെയ്ത എല്ലാവർക്കും നല്ല വരുമാനം ലഭിച്ചു. എന്നാൽ 12ാമത്തെ മാസവും 13ാമത്തെ മാസവുമൊക്കെ അതിൽ കയറിയിട്ട് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷമൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത വ്യക്തികൾ വരെയുണ്ട്. അവർക്ക് നിസ്സാരമായ എമൗണ്ടുകൾ ചില ദിവസങ്ങളിൽ മാത്രം കിട്ടി. അതിനുശേഷം കമ്പനി പൂട്ടിയപ്പോൾ ഒരു 90% എമൗണ്ടും അവർക്ക് നഷ്ടമായി. ഇപ്രകാരമുള്ള ഒരുപാട് ഇൻ്റർനെറ്റ് ബിസിനസ് ഇപ്പോഴും എൻ്റെ അടുക്കൽ വരുന്നുണ്ട്. 2-3 എണ്ണം ഞാൻ ചെയ്യുന്നുമുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. കാരണം അവർ ആരംഭത്തിൽ പറയുന്ന റൂളുകളൊന്നുമല്ല പിന്നീട് പറയുന്നത്. അനേകം വ്യക്തികൾ അതിൽ കയറി ഇൻവെസ്റ്റ് ചെയ്തിട്ട് 50,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം വരെയൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തവരുണ്ട്. ഈ 10 ലക്ഷമൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ അനേകം വ്യക്തികൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കമ്പനിയുടെ എമൗണ്ടുകളെല്ലാം മരവിപ്പിക്കുകയും വിഡ്രോൾ കൊടുക്കാതാവുകയും ചെയ്തു. നമുക്കതിലൊന്നും ചെയ്യാനും പറ്റുകയില്ല. കാരണം പ്രോഫിറ്റ് എല്ലാം ഷോ ആവുന്നുണ്ട്. അത് അവരുടെ വാലറ്റിലാണ്. നമ്മൾക്ക് വിഡ്രോൾ ഓപ്ഷൻ ഇല്ല. അത് കമ്പനി പൂട്ടിയാൽ ഇട്ടിരിക്കുന്ന എമൗണ്ടുകൾ 1 രൂപ പോലും ആർക്കും കിട്ടുകയുമില്ല. ഇപ്രകാരമുള്ള ഇൻ്റർനെറ്റ് ബിസിനസ്സുകൾ ഇപ്പോൾ ഒരുപാടുണ്ട്. പല വ്യക്തികൾക്കും അറിയുന്നില്ല. ഈ 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷമൊക്കെ ഇട്ടും കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന രീതിയിലാണ് കടന്നു വരുന്നത്. എന്നാൽ ഇത് കമ്പനി പൂട്ടുന്നത് എന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്രകാരമുള്ള വെബ്3 ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകൾ, അതായത് ഡിസൈൻ ചെയ്ത കമ്പനിയുടെ വാലറ്റിലേക്ക് പ്രോഫിറ്റുകൾ പോവുകയും നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുകയും അവർ 24 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നമ്മൾക്ക് വിഡ്രോവൽ തരികയും ചെയ്യുമെന്നൊക്കെ പറയുന്ന കമ്പനിയിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. പക്ഷേ കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പൈസ കിട്ടുകയില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെയിൻ BNB, USDT ഡോണർ, നിയോ ലൈഫ് ക്ലബ്ബ്, ഈ 3 എണ്ണത്തിനും മറ്റൊരു പ്രത്യേകതയാണ്. ഇതും വെബ്3യിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന വാലറ്റിലേക്കാണ് പ്രോഫിറ്റുകൾ കടന്നു വരുന്നത്. അതായത് സെയ്പാൽ, ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ് തുടങ്ങിയ വെബ്3 വാലറ്റ് നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്ന വാലറ്റിലേക്കാണ് പ്രോഫിറ്റ് വരുന്നത്. നമുക്ക് ഇന്ന് ഒരു 10 മണിക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ അതേ സെക്കൻഡിൽ നമ്മുടെ വാലറ്റിൽ പ്രോഫിറ്റ് കയറും. കമ്പനി എന്ന് പൂട്ടിയാലും ശരി നമ്മുടെ പ്രോഫിറ്റുകൾ കമ്പനിക്ക് എടുക്കുവാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ വാലറ്റിലാണ് പ്രോഫിറ്റുകൾ വന്ന് കിടക്കുന്നത്. 1 മാസം മുമ്പ് റെയിൻ BNB എന്ന കമ്പനി ഹാക്ക് ചെയ്യപ്പെട്ടു. ഹാക്ക് ചെയ്ത വ്യക്തികൾ മരമണ്ടന്മാരായി എന്നല്ലാതെ അവർക്ക് 5 പൈസയും കിട്ടിയിട്ടില്ല. കാരണം ഹാക്ക് ചെയ്തപ്പോൾ അന്നേരം 4,70,000 വ്യക്തികൾ ഇതിലുണ്ടായിരുന്നു. ഈ 4,70,000 വ്യക്തികളിൽ നിന്ന് 5 പൈസ പോലും ഹാക്ക് ചെയ്ത വ്യക്തികൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇത് എല്ലാ കണക്ട് ചെയ്ത വാലറ്റുകളിലേക്കായിരുന്നു പ്രോഫിറ്റുകൾ വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് 5 പൈസയും കിട്ടിയിട്ടില്ല. ഇതിൽ ജോയിൻ ചെയ്ത ഒരു മെമ്പേഴ്സിനും $1 പോലും നഷ്ടമായിട്ടുമില്ല. അവരുടെ എല്ലാം വാലറ്റിലായിരുന്നു കിടന്നത്.
സോളെ ഇതുപോലെ തന്നെ USDT ഡോണറും അവർക്ക് എപ്പോൾ വേണമെങ്കിലും കമ്പനി പൂട്ടാമെന്ന് നമ്മൾ പറയുന്നത്. പലരും ചോദിക്കേണ്ട കമ്പനി എപ്പോഴാണ് പൂട്ടുന്നത്, ചിലർ പറയുന്നത് ഉടൻ പൂട്ടും. അവർ പൂട്ടിക്കോട്ടെ. അവർ പൂട്ടിയാൽ നല്ലൊരു കായ കിട്ടുന്ന തെങ്ങ് മുറിച്ച് കളയുന്നത് പോലെയായിരിക്കും. കാരണം അതിൽ അവരും എടുത്തിരിക്കുന്ന ഐഡിയിൽ വരുന്ന, അവർ ജോയിൻ ചെയ്തപ്പോൾ അവരുടെ ഐഡിയിൽ വരുന്ന പ്രോഫിറ്റ് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. കാരണം USDT ഡോണറും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് Web3 ഡീസെൻട്രലൈസിൽ ഓരോ വ്യക്തികളും കണക്ട് ചെയ്തിരിക്കുന്ന വാലറ്റിലേക്കാണ് പ്രോഫിറ്റ് വരുന്നത്. അതുപോലെ തന്നെയാണ് നിയോ ലൈഫിലും ഇപ്പോൾ 3000 രൂപ ഇട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് ഈ 3 എണ്ണത്തിലും നമ്മൾ 2 റെഫറൽ വീതം കൊടുക്കണം, മസ്റ്റാണ്. 2 റെഫറൽ വീതം ചെയ്യാൻ പറ്റാത്ത ആരും ഈ 3ലും കയറരുത്. ഇത് വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. RainBNB, USDT ഡോണർ, അതുപോലെ നിയോ ലൈഫ് ക്ലബ്ബ്, ഇത് 3ഉം ഞാൻ അപ്ലോഡ് ചെയ്ത 3 വീഡിയോ ഉണ്ട്. 3 വീഡിയോയും ഇത് വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ചില വ്യക്തികൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആവേശത്തോടെ കോടികൾ കിട്ടും, ലക്ഷങ്ങൾ കിട്ടുമെന്ന വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്തു. ഈ ലക്ഷങ്ങളും കോടികളും കിട്ടുന്നത് എങ്ങനെയാണ് എന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. 2x മെട്രിക്സിൽ 15 ലെവൽ വരെ നമുക്ക് വരുമാനമുണ്ട്. അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഓരോ ഐഡിയിലും 2 റെഫറൽ കൊടുക്കണം. ഈ 2 റെഫറൽ അവരും ഈ 2 പേരെ കൊടുത്ത് 4 പേരാകും, 4 പേരും 2 പേരെ കൊടുക്കുമ്പോൾ 8 പേരാകും, 8 പേർ 16 പേർ, ഇങ്ങനെ 15 ലെവലാവുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ഒരു പൂർണ്ണ വളർച്ച എത്തുന്നത് പോലെ കമ്പനിയിൽ പറഞ്ഞിരിക്കുന്ന ഫുൾ എമൗണ്ട് നമുക്ക് വരും. അതൊന്നിച്ചല്ല വരുന്നത്, അത് ഓരോ ലെവലുകൾ കയറും തോറും, അപ്ഗ്രേഡ് ചെയ്യും തോറും നമുക്ക് പ്രോഫിറ്റുകൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് വരുന്ന പ്രോഫിറ്റ് കമ്പനി പൂട്ടിയാലും കമ്പനിക്ക് എടുക്കാൻ പറ്റുകയില്ല. കാരണം കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, കമ്പനിയിൽ അപ്ലോഡ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അവർ ID അടിച്ച് ഐഡിയിൽ വരുന്ന പ്രോഫിറ്റ് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. ബാലൻസ് എപ്പോഴും 0 ആയിരിക്കും. കാരണം ഇതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ വാലറ്റിലേക്കാണ് പ്രോഫിറ്റുകൾ വരുന്നത്. ഓക്കെ, നിയോ ലൈഫ് ക്ലബ്ബിൽ 3000 രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇതിനെല്ലാം BNB ആവശ്യമാണ്. $30 പിന്നീട് $2.5 BNB ഗ്യാസ് ഫീ ആണ് രജിസ്ട്രേഷൻ ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ 3000 രൂപ പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഡോളർ ഉണ്ടെങ്കിൽ USDT BEP20 ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയിടാം നിയോ ലൈഫ് ക്ലബിലും. ഇതുപോലെ USDT ഡോണറിലും വാങ്ങിയിടാം. BNBയിലും നമുക്ക് BNB ആണ് വാങ്ങേണ്ടത്. ഈ 3 പ്ലാറ്റ്ഫോമും Web3 ഡീസെൻട്രലൈസിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന വാലറ്റിലേക്കാണ് പ്രോഫിറ്റുകൾ വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കമ്പനി എപ്പോൾ പൂട്ടും, ഉടനെ പൂട്ടും എന്നൊക്കെ പലരും വാട്സപ്പിൽ മെസ്സേജ് വിടുന്നുണ്ട്. കമ്പനി പൂട്ടിക്കോട്ടെ. കമ്പനി എപ്പോൾ വേണമെങ്കിലും പൂട്ടാം, പൂട്ടാതിരിക്കാം. കമ്പനി പൂട്ടുന്ന സമയം വരെ എൻ്റെ വാലറ്റിൽ വരുന്ന പ്രോഫിറ്റ്, എനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് കമ്പനിക്ക് എടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എനിക്കിതിൽ യാതൊരുവിധ നഷ്ടവുമില്ല. 2 പേരെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇട്ടതിൽ കൂടുതൽ പണം നമുക്ക് റിട്ടേൺ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ലെവലുകൾ കയറും തോറും RainBNBയിൽ കഴിഞ്ഞ 4 മാസം കൊണ്ട് 3,28,00,000 രൂപ വരെ സമ്പാദിച്ച വ്യക്തികളുമുണ്ട്. 10 ലക്ഷം സമ്പാദിച്ചവരും 30 ലക്ഷം സമ്പാദിച്ചവരുമൊക്കെ ഉണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് USDT ഡോണർ തുടങ്ങിയിട്ട് ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ സമ്പാദിച്ച വ്യക്തികളുമൊക്കെ USDT ഡോണറിലുണ്ട്. എന്നാൽ സൗറളെ ഇത് എല്ലാം തട്ടിപ്പാണ്, ഉടായ്പാണ്, കമ്പനി ഉടനെ പൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് റോഡ് സൈഡിൽ കലങ്ങിലിരുന്ന് മറ്റുള്ളവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നത് പോലെ ഗ്യാലറിയിലിരുന്ന് കൈകൊട്ടുകയും കളിക്കാരെ തെറിവിളിക്കുകയും പരിഹസിക്കുകയുമൊക്കെ ചെയ്യുന്നത് പോലെ പല വ്യക്തികളുമൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാതെ കമ്പനി പൂട്ടും, ഉടനെ പൂട്ടും, എന്ന് പൂട്ടും എന്നൊക്കെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യാതെ ഇരുന്ന് മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർ ഈ ഇൻ്റർനെറ്റ് ബിസിനസ്സിൻ്റെ വീഡിയോകൾ കണ്ട് അന്നും ഇന്നും അവർ പരിഹാസ ശരങ്ങളാണ്. അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും നേട്ടമുണ്ടോ ഇല്ലയെന്ന് അറിയുകയുമില്ല. സോ ഇപ്രകാരം നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നത് ആരെയും കുറ്റപ്പെടുന്നില്ല. അവർക്ക് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല. പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് അവരിതിന് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും.
പിന്നെ മറ്റൊരു കാര്യം, ചില വ്യക്തികൾ നെഗറ്റീവ് കൊണ്ട് പറയുന്നത് ഇതിനകത്ത് ചില ഉപ്പും മുളകും കച്ചവടവും പറഞ്ഞുകൊണ്ട് ഒരുപാട് വ്യക്തികൾ വരുന്നുണ്ട്. ചില ഗ്രോസറി കിറ്റുകൾ, അതിന് പല വ്യക്തികളെ ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഓരോ വ്യക്തികളെ റെഫർ ചെയ്യുമ്പോൾ അവർക്ക് 1 രൂപ 35 പൈസ, 1 രൂപ 10 പൈസ, 2 രൂപ ഇങ്ങനെയൊക്കെ അവർക്ക് പ്രോഫിറ്റ് കയറുന്നുണ്ട്. ഇങ്ങനെ 25 ലെവൽ 50 ലെവൽ വരെ വരുമാനം വരുമെന്ന് പറയുമ്പോൾ സോളെ 25 ലെവലിൽ കയറിയവർക്ക് വരുന്നത് 30 രൂപ 40 രൂപ 15 രൂപ ഇങ്ങനെയൊക്കെയാണ് 2-3 മാസം കൊണ്ടൊക്കെ അവർക്ക് വരുമാനം വരുന്നത്. ഇങ്ങനെ ഉപ്പും മുളകുമൊക്കെ നിങ്ങൾക്ക് വിൽക്കാം, ആരെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ ഈ 15 രൂപയും 20 രൂപയും കിട്ടുന്ന ഈ ഒരു ഉപ്പും മുളകും കച്ചവടം, ഗ്രോസറി കിറ്റ് കച്ചവടം, ഇതിലൊക്കെ പൊയ്ക്കൊള്ളുക, ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ പോകണ്ട എന്ന് പറയുന്നില്ല, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിലൂടെ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. യാതൊരു പ്രയോജനമില്ലാത്ത ഉപ്പും മുളകും കച്ചവടത്തിന് വേണ്ടി നമുക്ക് കുറേ ഐഡിയ അടിച്ചുകൊണ്ട് കുറേ പണം നിക്ഷേപിച്ച് നമുക്കൊരു കിറ്റ് വരും, 2500 രൂപ 3000 രൂപ, ഇതുപോലെ ഒരു 25 ലെവൽ വരെ നമ്മൾ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വരുമാനങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഇൻ്റർനെറ്റ് ഇതുപോലൊരു ഉപ്പും മുളകും കച്ചവടത്തിൽ വരുന്നുണ്ട്, അവർക്ക് കോടികൾ കിട്ടുമെന്നൊക്കെ. അവരും പറഞ്ഞ കാൽക്കുലേഷനൊക്കെ ശരിയാണ്. പക്ഷേ ആ കോടികൾ കിട്ടും എപ്പോഴാണെന്നറിയുമോ? നിങ്ങൾ ഒരു വ്യക്തിയുടെ അണ്ടറിൽ 100 കോടി ജനങ്ങൾ കയറണം. 100 കോടി, അതായത് ഇന്ത്യയിലുള്ള സകല ജനങ്ങളും നിങ്ങളുടെ ഐഡിയയിൽ റെഫറൽ കയറണം. അപ്പോൾ നിങ്ങൾക്കും കിട്ടും കോടികൾ. ഇത് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ജീവിതത്തിൽ എന്തെങ്കിലും സാഫല്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോളെ ഇപ്രകാരമുള്ള ചില ബിസിനസ്സൊക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതും ഇത് ഡിസൈൻ ചെയ്ത വ്യക്തികളൊക്കെ തന്നെയാണ്. ഓക്കെ, സോളെ ഇന്ന് ഇൻ്റർനെറ്റ് ബിസിനസ്സിൽ ഇപ്രകാരം വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുകയും 5 പൈസയുടെ പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഇൻ്റർനെറ്റ് ബിസിനസ്സുകളുമൊക്കെ ഇന്ന് ധാരാളമുണ്ട്, സുലഭമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഈ തുച്ഛമായ എമൗണ്ട് നിക്ഷേപിച്ചുകൊണ്ട് റെയിൻ BNBയിൽ 370 രൂപ നിക്ഷേപിച്ചുകൊണ്ട് നമ്മൾ 2 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് 3-4 മാസം ചിലപ്പം എടുക്കും, പതുക്കെ കടന്നു വരികയുള്ളൂ. ആദ്യം ചെറിയ ചെറിയ എമൗണ്ടുകളെ വരികയുള്ളൂ. ഒരു 7ാമത്തെ ലെവൽ കഴിയുമ്പോഴാണ് വലിയ എമൗണ്ടുകൾ വരുന്നത്. അത് നമ്മളൊരു തെങ്ങും തൈ നടുന്നത് പോലെയാണ്. അത് വളർന്നു വന്നാൽ ഫലം തരാൻ കുറച്ച് സമയമെടുക്കും. അതുപോലെയാണ് ഇതിലും. അതുപോലെ USDT ഡോണറിലും നമ്മൾ 400 രൂപ നിക്ഷേപിച്ച് 2 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇത് ഒരു 4-5 ലെവൽ 6 ലെവൽ കഴിയുന്നത് വരെ ചെറിയ ചെറിയ എമൗണ്ടുകളാണ് വരുന്നത്. എന്നാൽ 7ാമത്തെ ലെവലുകൾ മുതൽ വലിയ എമൗണ്ടുകളാണ് വരുന്നത്. ഓക്കെ സോണോളെ, അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്ത 3ാമത്തെ ഒന്നാണ് നിയോ ലൈഫ് ക്ലബ്ബ്. അതിൽ 3000 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാലും നമ്മൾ 2 പേരെ റെഫർ ചെയ്യണം. 2 പേര്, അതും 2 ഇൻറ്റു മെട്രിക്സിലാണ് പോകുന്നത്. ഈ 2 ഇൻറ്റു മെട്രിക്സിൽ 2 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലും ഇത് 12 ലെവൽ വരെ മുന്നോട്ട് പോകണം. 12 ലെവൽ വരെ പോകുമ്പോൾ അതിലെല്ലാ ലെവലുകളിലും നമുക്ക് വരുമാനമുണ്ട്. എല്ലാ ലെവലുകളിൽ നിന്നും വരുമാനമുണ്ട്. അതിൽ 12 ലെവൽ എത്തുമ്പോൾ ഏകദേശം 40 കോടി 41 കോടിയോളം ഡോളറാണ് വരുന്നത്. 41 കോടി ഡോളർ. അത് 41 കോടി ഡോളർ നമുക്ക് കിട്ടിയില്ലെങ്കിലും ഈ ഒരു വർഷം കൊണ്ട് ഏകദേശം 4 കോടി ഡോളറോ അല്ലെങ്കിൽ പോട്ടെ 1 കോടി ഡോളറോ അല്ലെങ്കിൽ 10,000 ഡോളറെങ്കിലും നമുക്ക് പ്രോഫിറ്റ് സമ്പാദിക്കാവുന്നതാണ്, നമ്മൾ അല്പസ്വല്പം വർക്ക് ചെയ്യാമെങ്കിൽ. സോ റെയിൻ BNBയും USDT ഡോണറും നിയോ ലൈഫ് ക്ലബ്ബും ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ചുമ്മാ ഇരുന്നാൽ പണം കിട്ടുകയില്ല. നമ്മളിലെ ലക്ഷങ്ങൾ കൊണ്ട് ഡെപ്പോസിറ്റ് ഇട്ട് ചുമ്മാ ഇരുന്ന് എല്ലാ ദിവസവും വിഡ്രോ ചെയ്യാം. അത് കമ്പനി പൂട്ടുമ്പോൾ മറ്റുള്ളവരെ തെറി പറയുന്ന, അസഭ്യാക്കൾ പറയുന്ന, കുറ്റം പറയുന്ന ഒരു രീതിയല്ല ഇതിനകത്ത്. ഇതൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ജോയിൻ ചെയ്യിക്കാം. പക്ഷേ ഒരു ഐഡിയ എടുക്കുന്ന ആൾ ഓർത്തിരിക്കുക, 2 റെഫറൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ എടുക്കുന്നവരോടും പറയണം, നിങ്ങൾ ചേർക്കുന്നവരോടും പറയണം, 2 റെഫർ ചെയ്യാവുന്നവരെ മാത്രമേ ജോയിൻ ചെയ്യിക്കാവൂ, ഇല്ലെങ്കിൽ ചെയ്യിക്കരുത്, ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഇതൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും ജോയിൻ ചെയ്യിക്കാം. നമുക്ക് നല്ല ലക്ഷങ്ങളല്ല, നമ്മുടെ അധ്വാനത്തിനനുസരിച്ച് ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കാനുള്ള 3 പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. നമുക്ക് അതിൽ കയറി നമുക്കിപ്പോൾ 1 ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നട്ട് ഫലമെടുക്കാം. പക്ഷേ അതിൽ അധ്വാനിക്കണം. ഇപ്രകാരം അധ്വാനിക്കുന്നവർക്ക് ഇതിലൂടെ നല്ലൊരു വരുമാനം കിട്ടുവാനുള്ള 3 പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നഷ്ടപ്പെട്ട, ഇൻ്റർനെറ്റ് ബിസിനസ്സിലൂടെ നഷ്ടപ്പെട്ട അനേകം
പണം, അനേകരുടെ പണം പല മടങ്ങുകൾ നമുക്ക് തിരികെ നേടുവാനുള്ള ഒരു വലിയ ഒരു അവസരം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. റെയിൻ BNBയിൽ ജോയിൻ ചെയ്യാൻ 370 രൂപ, USDT ഡോണർ ജോയിൻ ചെയ്യാൻ 400 രൂപ, നിയോ ലൈഫ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നതിന് 3000 രൂപ. ഇതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൽ യാതൊരുവിധ നഷ്ടവുമില്ല. നമ്മൾ കണക്ട് ചെയ്യുന്ന വാലറ്റിലേക്കാണ് പ്രോഫിറ്റ് വരുന്നത്. പ്രോഫിറ്റ് വന്നാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോൾ ചെയ്യാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.